ഒരു ഉമ്മയുടെ മനസ്സ് വേദന കൊണ്ട് ഏറ്റവും പിടയുന്നത് എപ്പോഴാണ്? താൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുമ്പോഴാണ്. അങ്ങനെ മനസ്സ് പിടഞ്ഞുപോയ ഒരു ഉമ്മയുടെ കഥ ഖുർആൻ പറയുന്നുണ്ട്. തൻ്റെ ചോരക്കുഞ്ഞിനെ പെട്ടിയിലാക്കി നദിയിലേക്ക് ഒഴുക്കിവിടേണ്ടി വന്ന ഉമ്മ, വെളിപാടിൻ്റെ ബലത്തിൽ തൻ്റെ മാറിടത്തിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ പറിച്ചെടുത്ത് നൈലിൻ്റെ മടിത്തട്ടിലേക്ക് വെച്ചു കൊടുക്കേണ്ടി വന്ന ഒരു ഉമ്മ. ആ ചരിത്രം ഖുർആനിൽ സ്ഥാനം പിടിക്കാനുള്ള കാരണമെന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ മുന്നിൽ തൻ്റെ എല്ലാ ദൗർബല്യങ്ങളെയും വൈകാരികതകളെയും അടക്കി നിർത്തി അള്ളാഹുവിൻ്റെ ആജ്ഞ അനുവർത്തിക്കുവാനുള്ളവരുടെ നിശ്ചയദാർഢ്യം. മാത്രമല്ല, ഇന്നാല റാദൂഹു ഇലൈക്, നിന്റെ മകനെ നിനക്ക് ഞാൻ മടക്കിത്തരുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തപ്പോൾ നൈലിൻ്റെ ഓളങ്ങൾ തട്ടിക്കളിച്ച് അകന്നുപോയ തൻ്റെ കുഞ്ഞിനെ നോക്കി നിന്നിട്ട് ഇവരെനിക്ക് തിരിച്ചു കിട്ടുമെന്ന ആ വിശ്വാസവും, ഇത് രണ്ടും കൂടി ആയപ്പോൾ അല്ലാഹു തആല ആ പരീക്ഷണത്തിന് ശേഷം ദിവസങ്ങൾക്കകം ആ കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനിന് വേണ്ടത് ഇത് രണ്ടുമാണ്. ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ വാഗ്ദാനം അവൻ പൂർത്തീകരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടായിരിക്കുക. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് തളരാതെ അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയും.